ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹലോ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഹായ്. ഇപ്പം ഇതിലൂടെ വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ സിനിമ പവി കാറ്റഗർ എല്ലാ തിയേറ്ററിലും റിലീസ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടുന്ന സന്തോഷത്തിൽ, കാരണം പൊട്ടിച്ചിരിയൊക്കെ ആയിട്ടാണ് തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്തൊന്ന് നേരിട്ട് വന്ന ആ സന്തോഷം പങ്കുവെക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സിനിമ കാണാത്ത ആളുകൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന സിനിമ കാണണം. ഞാൻ ഈ സിനിമയുടെ എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരിൽ കുറച്ച് പേരെയൊക്കെ ഞാനിപ്പോൾ ഇതിലൂടെ പരിചയപ്പെടുത്താം. ഇതിൽ പവി കാറ്റഗർ എന്ന സിനിമയിൽ ഞാൻ ചെയ്ത വേഷം പവിത്രൻ. പവിത്രന്റെ വിശേഷങ്ങൾ ഞാൻ പുറകെ പറയാം. ഞാൻ ആദ്യം തന്നെ ഇതിന്റെ തിരക്കഥാകൃത്ത്, ഈ കഥ ഉണ്ടാക്കിയ ഒരാളുണ്ട്, രാജേഷ് രാഘവനെ എന്ന്. വളരെ സന്തോഷം. പവിത്രനെ ജനങ്ങൾ ഏറ്റെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. സിനിമ നന്നായി പോകുന്നു. തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിലാണ് സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. അപ്പൊ രാജേഷ് രാഘവൻ ഒരു ചുരുങ്ങിയ സംഭാഷണത്തിൽ കാരണം പുള്ളി എഴുതി തീർക്കുന്ന ഒരാളാണ്. സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതും എല്ലാം വാക്കുകളിൽ. അതുപോലെ തന്നെ ഈ സിനിമയുടെ സംവിധായകൻ, ഈ സിനിമയിൽ പവിയെ ഏത് വഴിക്ക് പോകണം, എങ്ങനെ പോകണം, പവി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് അഭിനയിപ്പിച്ച ആ വലിയ കലാകാരൻ, അദ്ദേഹം നടനും കൂടിയാണ്, വിനീത് കുമാറിനെ ഞാൻ മയക്ക് കൈമാറും. നമസ്കാരം. വളരെ സന്തോഷം. കാരണം നമ്മളുടെ അധ്വാനം എപ്പോഴും നമുക്ക് സന്തോഷം തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് അത് നിങ്ങളുടെ റെസ്പോൺസ് കേൾക്കുമ്പോഴാണ്. അപ്പോൾ ഒരുപാട് മെസ്സേജുകളായിട്ടും ഫോൺ കോളുകളൊക്കെ ആയിട്ട് ഈ സിനിമ കണ്ടിറങ്ങിയ ആളുകൾ വിളിക്കുന്നുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ആള്, നമ്മൾ ഈ സിനിമയിൽ 5 നായകന്മാരുണ്ട്. ഇതിനകത്ത് നമുക്ക് പല നായകന്മാരെ നമ്മൾ ഓരോരുത്തരായിട്ടൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതിനകത്ത് ജാനകി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ചെയ്ത ശ്രേയ രുക്മിണി ഗാരു പേസിംഗ്. നമസ്കാരം. ഭയങ്കര സന്തോഷമാണ്. നല്ല ഒരുപാട് ഫീഡ്ബാക്സ് ആണ്, റിവ്യൂസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ എല്ലാ തിയേറ്ററും ഫുള്ളായി കാണുക. ഇത് മൈ ഷോ എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാം ഫുള്ളായി കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് ഒരുപാട് താങ്ക്സ്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ വേഗം തിയേറ്ററിൽ പോയിട്ട് ഫാമിലി ആയിട്ട് തന്നെ പോയിട്ട് കാണുക. കുട്ടികളെയും കൂട്ടിയിട്ട് പോവുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിം തന്നെയാണ്. അതേപോലെ പാട്ടുകളും റിലീസായിട്ടുണ്ട്. ഇന്നലെയൊക്കെ ആയിട്ട് 2ാമത്തെ പാട്ടും റിലീസായിട്ടുണ്ട്. അതിനും നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതൊക്കെയാണ് വിശേഷങ്ങൾ. അതാണ് ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങൾ. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു നായിക ദിൽന വരും. ഹലോ, ഞാൻ പവി കാറ്റഗറിൽ ശ്രുതി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. പവി കാറ്റഗർ എന്ന് പറയുന്ന മൂവി നിങ്ങളെല്ലാം ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷം. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സ്റ്റോറിയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ന്യൂ ഫേസസ് ഉണ്ട്. ഞങ്ങളെയും എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് പോയിട്ട് കാണണം. കാരണം അത് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അത്രയും നല്ല ഒരു മൂവിയും പിന്നെ അതിലെ മ്യൂസിക്കും എല്ലാം നിങ്ങൾ ആ ബിഗ് സ്ക്രീനിൽ കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ എസൻസ് കിട്ടുള്ളൂ. പിന്നെ എസ്പെഷ്യലി വെക്കേഷൻ ടൈമിൽ കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റിയൊരു മൂവിയാണ്. അവർക്ക് ഏറ്റവും നല്ലൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരിക്കും. സോ ആരും മിസ് ചെയ്യരുത്. ആൻഡ് ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇതിൽ വേറെ 3 നായികമാരുണ്ട്. അവർ നമ്മൾ വഴിയെ പരിചയപ്പെടുത്തി തരാം. ഒരു സിനിമയുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് അതിന്റെ മ്യൂസിക്കാണ്. അത് നമുക്ക് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥുൻ മുകുന്ദനാണ്. പുള്ളി മലയാള സിനിമയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരാളാണ്. ബാക്കി വിശേഷങ്ങൾ പുള്ളി നേരിട്ട് പറയും. മിഥുൻ മുകുന്ദൻ. ഇത്രയും ബിൽഡപ്പ് ഒക്കെ കിട്ടിയതിന് വളരെ സന്തോഷം. പക്ഷെ അതിലും സന്തോഷം പവി കെയർടേക്കർ എന്ന സിനിമ നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതിലാണ്. വളരെ സന്തോഷമുണ്ട്. ഇന്നലെ തൊട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഫോൺ താഴെ വെച്ചിട്ടില്ല. റിവ്യൂ നോക്കുക, ബുക്ക് മൈ ഷോ നോക്കുക, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ അതിന്റെ ആ റെസ്പോൺസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. കാണാത്തവരുണ്ടെങ്കിൽ മിഥുൻ കന്നഡക്കാരനാണെന്നാണ് പൊതുവെയുള്ള ബാംഗ്ലൂർ കന്നഡ സിനിമയൊക്കെ ചെയ്തിട്ട് വന്ന ഇവിടെ റോഷാക്കും ഓസ്ലറൊക്കെ ചെയ്തപ്പോൾ ഞാനും വിചാരിച്ചത് കന്നഡക്കാരൻ ഇവിടെ വന്നിട്ട് നമ്മളെ ഇതാക്കുകയാണെന്ന് ഞെട്ടിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ ത്രില്ലർ സിനിമ മാത്രം ചെയ്തുകൊണ്ടിരുന്ന മിഥുനെ ഞാൻ പിടിച്ച് റൊമാൻറ്റിക് സിനിമ ചെയ്യിപ്പിച്ചാണ്. പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിയ, അതുപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെലഡി ആയിട്ടുള്ള സോങ്ങുകളാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷവും നന്ദിയുണ്ട്. അതിന് പക്ഷേ ശരിക്കും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇദ്ദേഹത്തിന് തന്നെയാണ്. കാരണം എന്നെ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ പ്രൊഡ്യൂസർ ദിലീപേട്ടനും അതുപോലെ ഈ വ്യക്തിയും. കാരണം ഞങ്ങൾ എനിക്ക് തോന്നുന്നു
ഒരു ദിവസം ഒരു 100 പ്രാവശ്യം ഫോണിൽ നമ്മുടെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ട് അത് പറഞ്ഞൊരു കാര്യം. പക്ഷെ പക്ഷെ ഞാൻ പറയാം, ആ ബന്ധത്തിലൂടെയാണ് ആ പാട്ടുകൾ വരുന്നത്. ആ പാട്ടുകൾ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് കാണിച്ച് വിനീതന് വളരെയധികം നന്ദി. എനിവേ, പ്രേക്ഷകർക്കാണ് ഏറ്റവും നന്ദി പറയുന്നത്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് പോയി കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത് ഞങ്ങളുടെ വെറുതെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളുടെ പാട്ടുകൾ ഒന്ന് കേട്ടു നോക്കും. കാരണം ഇതില് പാട്ടുകൾ പാടിയിരിക്കുന്ന ഒന്ന് വിജയ് യേശുദാസ്, പിന്നെ കപില്, പിന്നെ ഹാരിസ് ശങ്കർ, നിത്യമാമൻ, അങ്ങനെ ഒരുപാട് പേര്. ഭയങ്കര ഞാനും എന്റെ അനിയത്തിയൊക്കെ പാടിയിട്ടുണ്ട്. ഓ അത് ശരി. അയ്യോ, അപ്പൊ നമ്മള് മാത്രമേ പങ്കെടുക്കാത്തുള്ളൂ. അതാണ് ഫാമിലി പിക്ചറാണ്, മനസ്സിലായത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ കയ്യില് ഒരു ഏറ്റവും വലിയൊരു താരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരപ്പട്ടി മാത്രല്ല നമ്മുടെ ബ്രോയുണ്ട്. അല്ല, മരപ്പട്ടിയാണ് അങ്ങനെ അധികം ആൾക്കാരുടെ മുമ്പിൽ വരാത്ത ഒരാളാണ്. നമ്മുടെ സ്പെഷ്യൽ അപ്പിയറൻസ് നടത്തിയിരിക്കുന്നത് കാണുന്നത് ഇങ്ങനെയാണ്. കണ്ട എങ്ങനെയാണെന്ന് അറിയുന്നത് ഇപ്പോഴാണ്. അത് ഒച്ചയ്ക്ക് പണ്ട് കേട്ടിട്ടുണ്ട് വീട്ടിന്റെ മച്ചമ്പുറത്ത്. ഓ ശരി ശരി. പക്ഷെ ഇത് ഇങ്ങനെയാണ്. അത് ഇറങ്ങി വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അത് ഇറങ്ങി വന്ന് മോൻ കാണിച്ചിട്ട് പോയാലേ. സാധാരണ ചീത്ത വിളിക്കുമ്പോഴൊക്കെയാണല്ലോ ഈ വേർഡ് യൂസ് ചെയ്യുക. ഇങ്ങനത്തെ ഒരാളിനെ നേരിട്ട് കാണുന്നത് ഈ സെറ്റിലാണ്, ഈ സിനിമയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയിൽ എനിക്ക് പവിത്രൻ എന്ന് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറുണ്ട്. അതിൻ്റെ ഒരു കൂടപ്പറപ്പാണ് ഒരു നായ്ക്കുട്ടി. അതിൻ്റെ പേരാണ് ബ്രോ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടില്ല. ബ്രോയിനെയും ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. പിന്നെ കുട്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബ്രോയായിട്ടും അതുപോലെ തന്നെ മരപ്പട്ടിയായിട്ടൊക്കെ ഭയങ്കര അടുപ്പവും സ്നേഹവും കാണിക്കുന്നത്. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്സുകളും. ഞാൻ തിയേറ്ററിലിരുന്ന് കാണുമ്പോഴും എല്ലാവരുടെ ഫേസ് എക്സ്പ്രഷൻ നമ്മൾ നോക്കുന്ന സമയത്തും പൊട്ടിച്ചിരിയും കാര്യങ്ങളും എല്ലാം. അതുപോലെ തന്നെ ഇതിൽ ശരിക്കും ഞാൻ ചെയ്യുന്ന പവിത്രന്റെ ഒരു പ്രണയകഥയിലൂടെയാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്ന 5 നായികമാരാണ് ഈ സിനിമയിലെ. ബാക്കിയുള്ളവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരൊക്കെ അത്? സ്വാതി, അവരുടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. സ്വാതി ഓൾറെഡി ജോയിൻഡ് ആണ്. അപ്പോ സ്വാതി പ്ലീസ് ജോയിൻ. റോസ്മിൻ നമസ്കാരം. സുഖമായിരിക്കുന്നോ? ഓ സുഖം. സുഖമായിരിക്കുന്നല്ലേ. ഞങ്ങളുടെ ഒരു നായികയാണ് ഇത്, റോസ്മിൻ. റോസ്മിൻ ഇപ്പൊ എവിടെ? കാലിക്കറ്റാണോ? കാലിക്കറ്റ്. ആ, റോസ്മിൻ കാലിക്കറ്റ് പോയിരിക്കുകയാണ്. കാലിക്കറ്റ് എന്താ അവസ്ഥ? നമ്മുടെ പടത്തിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ് മൊത്തത്തിൽ? ഒരുപാട് ഞാൻ ഇതേ പറഞ്ഞ മിഥുനേട്ടനൊക്കെ പറഞ്ഞ മാതിരി ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എത്ര ടിക്കറ്റ് ബാക്കിയുണ്ട് എന്ന്. അത്രയും നല്ല റെസ്പോൺസ്, പോസിറ്റീവ് റെസ്പോൺസ് ആണ്. ഭയങ്കര സന്തോഷം ഇത്രയും വലിയൊരു സിനിമേന്റെ, നല്ലൊരു സിനിമേന്റെ പാർട്ടാകാൻ പറ്റിയതിന്. അതെ, ദൈവം അനുഗ്രഹിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഈ നമ്മളുടെ ഇപ്പൊ ഞാൻ അഭിനയിച്ച അടുത്ത കാലത്ത് ഇത്രയും ഗംഭീരമായിട്ടൊരു സിനിമ ആളുകൾ തിയേറ്റർ അത്രയും റെസ്പോൺസ് ഉണ്ടാക്കുന്നു. ചിരിയും കളിയും ബഹളവും ഇമോഷനും എല്ലാം വർക്കൗട്ടായി എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തി തരുന്നത്. പിന്നെ നമ്മുടെ പ്രാർത്ഥനയായിരുന്നു. നിങ്ങള് 5 നായികമാരായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ള. ഹായ് സ്വാതി. நல்லா இருக்கீங்களா? ஷூட்ல இருக்கு சார். ஐ மீன் ஷூட். ഓ, ഷൂട്ടിൽ ഇരിക്കீங்களா? നമുക്കൊന്നും ഷൂട്ടിംഗ് അല്ലമ്മ, നമ്മെല്ലാം പ്രമോഷനിൽ ഇരിക്കും. സ്വാതിനാണ് എല്ലാരും ചോദിക്കുന്നത്. സ്വാതിയാണ് മിസ്സിംഗ് ഫാക്ടർ. അതിന് ഒരാൾ കൂടി ഉണ്ട്, ജൂഹി മിസ്സിംഗ് ആണ്. സ്വാതി, how is the response? சென்னையில படம் பாத்தீங்களா? ஐயோ சாரி, அதோட ஹேங்கும் ஆயிடுச்சு. മരിക്കാവോ? ആ, സ്വാതി ഹലോ. സ്വാതി ഒന്ന് സ്വാതി, can you hear me? സ്വാതി സ്വാതി തഞ്ചാവൂരിലെ ലൊക്കേഷനിൽ നിന്നാണ്. അതുകൊണ്ടാണ് സ്വാതി മൊത്തത്തിൽ ഹാങ് ആയിരിക്കുന്നത്. നോ വറീസ്. ഇനി വേറൊരു നായിക കൂടി ഉണ്ട്. നോ പ്രോബ്ലം. ഞങ്ങൾ വേറൊരു നായിക കൂടി ഉണ്ട്, ജൂഹി. ആ ആളെ കൂടി നമ്മൾ പരിചയപ്പെടുത്തി തരാം. ഹലോ. ഹായ്. ഞങ്ങള് ജൂഹിനെ അന്വേഷിച്ചു നോക്കിയായിരുന്നു. സ്വാതിന്റെ ഇടയ്ക്ക് മുങ്ങി അല്ലെ, കാണാനില്ല. ഞാനിപ്പോ
തിയേറ്ററിലാണ് ഉള്ളത്. അവരെന്താ ഏത് തിയേറ്ററിലെ? പുറത്താക്കുന്നോണ്ട് അയ്യോ അതെയാ, കോർണേഷൻ. കോർഡിനേഷൻ ഉണ്ട്. എങ്ങനെയുണ്ട് അവിടെ? ഞാൻ കേറാൻ നിൽക്കുക 7:30 ഷോക്ക്. ഓക്കെ 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 ഓക്കെ. എന്തായാലും ഇതിലൂടെ വന്നതിൽ വലിയ സന്തോഷം. ആൾക്കാരോട് ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരോടും കൂടിയത്. എല്ലാവരും വളരെ ആവേശത്തിലാണ്. ഷോസുകളെല്ലാം നിറഞ്ഞ ഹൗസ്ഫുള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഫാമിലീസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു, കുട്ടികൾ എൻജോയ് ചെയ്യുന്നു, ചെറുപ്പക്കാരെ എൻജോയ് ചെയ്യുന്നു. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും എന്റർടൈൻ ചെയ്യാൻ പറ്റും എന്നതിൽ വലിയ സന്തോഷം. അപ്പൊ ആ സന്തോഷം പങ്കുവെക്കാനാണ് വന്ന്. ജൂഹി ധൈര്യമായിട്ട് പോയിട്ട് സിനിമ കണ്ടോ? ഇല്ല, സമയമുണ്ട്. സമയമുണ്ടെങ്കിൽ അവിടെ തന്നെയാണോ? ഇവിടെ എല്ലാരും ഉണ്ട്. കണ്ടില്ലേ? രാജേഷ്, നിതു, വിനീത്, ശ്രേയ രുക്മിണി, ഇതിന്റെ അകത്ത് റോസ്മിൻ. പിന്നെ ഇവിടെ തന്നെയാണല്ലോ. അതെ അതെ, ദൂരത്തിലുള്ള തൊട്ടടുത്ത്. അതെ, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള രീതിയിൽ സിമ്പിളൊക്കെയാണ് കാണിക്കുന്നത്, അല്ലെ? ലവ് സൈനൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ സിനിമയാണ്. ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷം. ലോട്ട്സ് ഓഫ് ലവ്, അല്ലേ? എല്ലാം വളരെ പോസിറ്റീവ് റിവ്യൂസ് ആണ്. വളരെ സന്തോഷമുണ്ട്. വലിയൊരു സക്സസ് ലേക്കാണ് സിനിമയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരുപാട് നന്ദി പറയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സിനിമയായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോ കാണാത്തവര് വേഗം പോയി തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക, ഫീഡ്ബാക്സ് അറിയിക്കുക. എല്ലാവരും പണം കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതെ, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. എല്ലാവരും ഫസ്റ്റ് മൂവിയാണ്. പറഞ്ഞു ഞാൻ ഫുൾ ക്ലിയർ. ഞങ്ങളുടെ എല്ലാവരും ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇതുവരെ കിട്ടിയ റെസ്പോൺസ് ഒക്കെ നല്ല രീതിയിലാണ്. ഞാൻ ഇനി ഇവിടെ എങ്ങനെയുണ്ട്, കോഴിക്കോട് ഇതുവരെ കണ്ടില്ല, ഞാൻ എറണാകുളത്താണ് കണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ നിൽക്കുകയാണ്. എന്നിട്ട് പറയാം. താങ്ക് യു. അതെ, ഒരുപാട് പേര് ഞങ്ങൾ കാണാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജസ് ഉണ്ട്. അതെ അതെ. താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക്സ് എ ലോട്ട്. ലവ് യു ഓൾ. താങ്ക് യു. ഓക്കെ അല്ലേ? ഓക്കെ, ബൈ. താങ്ക് യു. റോസ്മിൻ, ബൈ.